ഹലോ അസ്സലാമു അലൈക്കും. ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു ബട്ടർ ചിക്കൻ്റെ വീഡിയോ ആയിട്ടാണ്. ഇതിൽ സ്പെഷ്യലായിട്ടൊന്നുമില്ല, നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന രീതിയിൽ തന്നെ ഒന്ന് ഉണ്ടാക്കിയിട്ട് തന്നെ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ആവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചിക്കൻ്റെ ബ്രസ്റ്റ് പീസാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ബ്രസ്റ്റ് പീസ് ഇതേപോലെ ക്യൂബാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഫസ്റ്റായിട്ട് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കാം. അതിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്തിട്ടുണ്ട്, പിന്നെ 1 ടീസ്പൂണ് ചെറിയ ജീരകത്തിൻ്റെ പൊടിയും, പിന്നെ 1 ടീസ്പൂണ് മല്ലിപ്പൊടിയും, പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും, 1/2 ടീസ്പൂൺ ഗരം മസാലയുമാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടീസ്പൂൺ വീതം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ടീസ്പൂണ് നമ്മുടെ യോഗട്ട് ചേർക്കുന്നുണ്ട്. പിന്നെ പുളിക്ക് ആവശ്യമായിട്ടുള്ള നാരങ്ങാനീരും കുറച്ച് വെളിച്ചെണ്ണയും ചേർത്തിട്ട് ആണ് ഇതിൻ്റെ മസാല നമ്മൾ റെഡിയാക്കി എടുക്കുന്നത്. എന്നിട്ട് ഇത് നല്ല രീതിയിൽ ചിക്കനിൽ തേച്ച് പിടിപ്പിക്കണം. ഇതുപോലെ നല്ല രീതിയിൽ ചിക്കൻ്റെ എല്ലാ ഭാഗത്തും മസാല തേച്ച് പിടിപ്പിച്ച് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ശേഷം ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെജിറ്റബിൾസ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ മസാല റെഡിയാക്കാനായിട്ട് നമ്മൾ ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടുള്ള ആ പാത്രം ചൂടാക്കി അതിലേക്ക് 2 ടേബിൾ സ്പൂണ് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഏത് ഓയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ചേർക്കാം. പിന്നെ കുറച്ച് ബട്ടറും അതിൻ്റെ ഒപ്പം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം 1 ടേബിൾ സ്പൂൺ ബട്ടറാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി അത് നല്ല രീതിയിൽ മെൽറ്റായി ചൂടായി വരുന്ന ടൈമിൽ നമുക്ക് ഓരോ ചിക്കൻ പീസ് അതിലിട്ടിട്ട് ഇങ്ങനെ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ഇത് മുഴുവനായിട്ട് കുക്കാവണമെന്നില്ല, ഏകദേശം 75% കുക്കായി കഴിഞ്ഞാൽ നമുക്ക് ഇത് എടുക്കാവുന്നതാണ്. കാരണം ബാക്കി നമ്മൾ ഈ മസാലയിലിട്ടിട്ട് ഒന്ന് ജസ്റ്റ് കുറച്ച് നേരം കുക്ക് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ 75% കുക്കായാൽ നമുക്കിത് എടുത്ത് മാറ്റാം. ഇനി നമുക്ക് ഈ ഫ്രൈ ചെയ്ത ഓയിൽ തന്നെ ഒന്ന് അരിച്ച് എടുത്തതിൻ്റെ ശേഷം നമ്മൾ ഒരു പാന് ചൂടാക്കിയിട്ട് അതിലേക്ക് ഒഴിച്ചെടുക്കാം. ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാള ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഈ സവാളയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും അതിനോടൊപ്പം തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഇത് കുറച്ച് നേരം ഒന്ന് വഴറ്റിയെടുക്കണം. ഈ സവാളയൊക്കെ ഒന്ന് ചെറുതായിട്ട് വാടി വരുന്ന ടൈമിൽ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ ഓരോന്നും ഓരോ ടീസ്പൂൺ വീതമായിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇത് നല്ല രീതിയിൽ ഇതിൽ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ തക്കാളി ചേർത്ത് കൊടുക്കുകയാണ്. ഞാനൊരു മീഡിയം സൈസിലുള്ള സവാളയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 2 മീഡിയം സൈസിലുള്ള തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതേപോലെ അരിഞ്ഞിട്ട് കുറച്ചൊക്കെ വലുതായി അരിഞ്ഞാലും കുഴപ്പമില്ല, കാരണം നമ്മളിതൊന്ന് മിക്സിയിലിട്ടിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്യാനുള്ളതായതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ഈ തക്കാളിയൊക്കെ ഒന്ന് വാടുന്നത് വരെ നമുക്കൊന്ന് ജസ്റ്റ് വെയിറ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ഗരം മസാലയും 1 ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടിയുമാണ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂണോളം കാശ്മീർ ചില്ലി പൗഡറും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ മസാലകളൊക്കെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്ന വരെ ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്കൊരു 10-15 എണ്ണം കാഷ്യൂനട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലൊരു 1/4 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് മിക്സിയിലിട്ട് ചൂടാറിയ ശേഷം മിക്സിയിലിട്ട് നല്ല രീതിയിലൊന്ന് അടിച്ചെടുക്കാം. ശേഷം നമ്മൾ അതേ പാനിൽ തന്നെ കുറച്ചും കൂടെ ഓയിൽ ചേർത്തിട്ട്, ഓയിൽ ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നമ്മൾ ഈ അതായത് ഗ്രൈൻഡ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ മസാല അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് നല്ല രീതിയിലൊന്ന് ഇളക്കിയെടുക്കാം. ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ പീസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ചിക്കൻ പീസസൊക്കെ നല്ല രീതിയിൽ ഇതിലൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. പിന്നെ നമ്മൾ ഇടാൻ പോകുന്നത് കസൂരി മേത്തിയാണ്. കസൂരി മേത്തി ഒന്ന് ചെറുതായിട്ട് കയ്യിലൊന്ന് റബ്ബ് ചെയ്ത ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഫ്രഷ് ക്രീമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ഇതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള 2
കാര്യങ്ങൾ. അപ്പോൾ ഫ്രഷ് ക്രീം ചേർത്തിട്ട് നല്ല രീതിയിൽ ഇതുപോലെ ഒന്ന് എല്ലാ ഭാഗത്തേക്കായിട്ട് യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ലാസ്റ്റായിട്ട് നമ്മൾ ഒരു ടീസ്പൂണ് ബട്ടറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു ബട്ടറിൻ്റെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ബട്ടറും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ തിളപ്പിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ബട്ടർ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എന്തായാലും ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.